യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ചാ വിഷയം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പഴമൊഴി അന്വർത്ഥമാക്കുകയാണ് ഇവിടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് യുവജന സംഘടനയെ ശക്തിപ്പെടുത്താനാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്. എന്നാൽ സംഭവിക്കുന്നതോ നേരെ തിരിച്ചും. ഈ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നേതാക്കന്മാർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് കൂട്ടരാജിയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് ചാനലുകൾ ബ്രേക്കിംഗ് വാർത്തകൾ നൽകിക്കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ രാജിവെച്ച് CPM-ന് കൈകൊടുക്കുന്നത്. അവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ അനീതിയാണ്. യൂത്ത് കോൺഗ്രസ് ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജും സംഘവുമാണ് CPIM-ൽ ചേരുന്നത്. ഗ്രൂപ്പ് പോര് രൂക്ഷമായതിനാൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. രാജു P. നായർ തൃപ്പൂണിത്തുറയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്നും അഖിൽ ആരോപിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെയാണ് ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് CPIM-ലേക്ക് ചേരുന്നത്. ഇത് കോൺഗ്രസിന് എറണാകുളം ജില്ലയിൽ സാമാന്യം വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ CPIM-ലേക്ക് ചേരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് അഖിൽ രാജിന്റെ പാർട്ടി പ്രവേശനം. രാജു P. നായരുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് പോരെന്ന് അഖിൽ പറയുന്നു. അഖിലിന് പിന്നാലെ നേരത്തെ രാജിവെച്ച് 6 മണ്ഡലം സെക്രട്ടറിമാരും ഉടൻ തന്നെ CPIM-ൽ എത്തുമെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസിന് ഏറ്റവും അധികം വേരോട്ടമുള്ള ജില്ലയാണ് എറണാകുളം. ഇവിടെ നിന്നുള്ള പ്രവർത്തകരുടെ കൂട്ടരാജി കോൺഗ്രസിന്റെ താളം തെറ്റിക്കുമെന്ന് ഉറപ്പാണ്. നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിജയിച്ചത്. നിർണായകമായ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃപ്പൂണിത്തുറ കൈപ്പിടിയിൽ ഒതുക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് പ്രവർത്തകരുടെ രാജി കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നത്. ഇതിനെല്ലാം മൂല കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിന് പിന്നാലെയുള്ള ഉൾപോരിൽ നിർണായക നീക്കവുമായി ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരുന്നു. അവഗണിക്കപ്പെട്ട ഗ്രൂപ്പ് നേതാവ് അബിൻ വർക്കിയെ പിന്തുണച്ചും നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിലെ പ്രതിഷേധം പരസ്യമാക്കിയുമാണ് ചാണ്ടി ഉമ്മൻ പൊട്ടിത്തെറിക്ക് തിരികൊളുത്തിയത്. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന അബിൻ സ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വ്യക്തിയാണെന്നും അബിന്റെ വേദന സ്വാഭാവികമാണെന്നുമായിരുന്നു ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണയോടെയാണ് ചാണ്ടി ഉമ്മൻ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്. പിതാവ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയ സംഭവത്തെക്കുറിച്ചും ചാണ്ടി ഉമ്മൻ സംസാരിച്ചു. എനിക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവമാണിത്. ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സ്വമേധയാ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത്. അപ്പോഴും പാർട്ടിയുടെ തീരുമാനം എന്നാണ് അറിയിച്ചതെന്നും ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാത്തിനും ഒടുവിലാണ് നേതാക്കന്മാർ രാജിവെച്ച് CPIM-ലേക്ക് ചേക്കേറുന്നത്.